സാറേ, നമുക്ക് ഇലക്ഷന് തൊട്ട് മുമ്പ് നമുക്കറിയാം ഭരണഘടന എങ്ങനെ രക്ഷപ്പെടുത്താം എന്നുള്ള ഒരു വലിയ കോലാഹലമാണ്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു പ്രതിഫലം ഉണ്ടായിട്ടുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾക്കിപ്പോൾ ഒരുപാട് ദേശീയ രാഷ്ട്രീയത്തിലാണെങ്കിലും കേരള രാഷ്ട്രീയത്തിലാണെങ്കിലും അതിന് അനാലിസിസ് വന്ന് ഒരുപാട് സമയം കഴിഞ്ഞു. എന്നിരുന്നാലും സാറിന്റെ അഭിപ്രായത്തിൽ സാർ എങ്ങനെയാണ് ഇതിനെ വിലയിരുത്തുന്നത്? സാറിന്റെ ഒരു അനാലിസിസ് അറിയണം. അതെ, അപ്പൊ ഒരു വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് ഇപ്പം നമ്മുടെ ഇത് കഴിഞ്ഞത്. എല്ലാരും പറയുന്നത് പോലെ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് നിലനിൽക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു ഇലക്ഷനാണ് എന്നാണിത് എല്ലാവരും പറഞ്ഞിരുന്നത്. അത് ഏറെക്കുറെ ശരിയാണ്. യഥാർത്ഥത്തിൽ നമ്മൾ ഇതിനെ നോക്കി കാണേണ്ടത് ഒരു വശത്ത് ഇന്ത്യ മുന്നണിയും ഒരു വശത്ത് NDAയും, അതായത് BJP നേതൃത്വം കൊടുക്കുന്ന NDAയും ഇപ്പുറത്ത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഇന്ത്യ മുന്നണിയും എന്ന രീതിയിലാണ് ആൾക്കാർ ഈ ഇലക്ഷനെ കണ്ടത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഒന്നുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നത് രണ്ട് വ്യക്തികളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളുടെ സംഘടനമായിരുന്നു ഈ ഇലക്ഷൻ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് രാഹുൽ ഗാന്ധിയും മോദിയും അല്ല, മറിച്ച് അംബേദ്കറും സവർക്കറും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ മനസ്സിലാക്കേണ്ടത്. അതിൽ അംബേദ്കറുടെ ആശയങ്ങളുടെ പിൻപറ്റി കോൺഗ്രസും ഇന്ത്യ മുന്നണിയും നിലകൊണ്ടു. സവർക്കറുടെ ആശയങ്ങൾ പിൻപറ്റി NDA, മോദിയും BJPയും BJPയുടെ കൂടെയുള്ള NDAയും നിലകൊണ്ടു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യഥാർത്ഥത്തിൽ ഈ രണ്ട് പേര് തമ്മിലുള്ള ഫൈറ്റ് ആയിരുന്നു പറയാം. ഇനി ഇതിന്റെ അകത്ത് തന്നെ ഒന്നുകൂടെ നമ്മൾ ആഴത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ അംബേദ്കർ നിലകൊണ്ടത് ഒരു ജനാധിപത്യ ഇന്ത്യക്ക് വേണ്ടിയിട്ട്, അതായത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ കാര്യങ്ങൾ എഴുതപ്പെട്ട ഭരണഘടനയ്ക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഭരണഘടനയിൽ എഴുതപ്പെട്ട ആ മൂല്യങ്ങൾക്ക് വേണ്ടിയാണ് അദ്ദേഹം നിലകൊണ്ടത്. അത് ഒന്നുകൂടെ നമ്മൾ ആഴത്തിൽ നോക്കുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ മൂല്യങ്ങൾ, സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്നീ മൂല്യങ്ങൾ ഫ്രഞ്ച് റവല്യൂഷനകത്തൊന്നും എടുത്തതല്ല, ഇത് എൻ്റെ മാസ്റ്ററായ അല്ലെങ്കിൽ എൻ്റെ ഗുരുവായ ബുദ്ധനിൽ നിന്ന് എടുത്തതാണ് എന്നാണ് പറയുന്നത്. അതേസമയം ഇപ്പോഴത്തെ സവർക്കർ ലക്ഷ്യം വെക്കുന്ന ഹിന്ദുരാഷ്ട്ര എന്ന് പറയുന്നത് അത് ഗോൾവാർക്കറോ അല്ലെങ്കിൽ ഹെഡ്ഗേവാറോ അല്ലെങ്കിൽ ഈ സവർക്കർ തന്നെ എഴുതിയ ഹിന്ദുത്വയുടെ ആശയമല്ല, മറിച്ച് ഹിന്ദു മതത്തിന്റെ അല്ലെങ്കിൽ മനുസ്മൃതി എന്ന് പറയുന്നത് സവർക്കർ എഴുതിയൊന്നുമല്ല. മനുസ്മൃതിയൊക്കെ സവർക്കർ വരുന്നതിനൊക്കെ മുമ്പേ ഉള്ള സാധനമാണ്. അപ്പൊ മനുസ്മൃതിക്കനുസരിച്ചുള്ള അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ വർണ്ണാശ്രമ ജാതി നിയമങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഭരണഘടനയാണ് അവർക്ക് വേണ്ടത്. അപ്പൊ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ആളാണ് സവർക്കർ. അപ്പൊ യഥാർത്ഥത്തില് ബുദ്ധമതവും അല്ലെങ്കിൽ ബുദ്ധന്റെ സമത്വ ആശയങ്ങളും ദർശനങ്ങളും ഇപ്പുറത്ത് ബ്രാഹ്മണ്യത്തിന്റെ ദർശനങ്ങളും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ തന്നെയായിരുന്നു അത്. അപ്പൊ അത് നമ്മൾ ശരിക്കും പരിശോധിച്ച് നോക്കുമ്പോൾ രാഹുൽ ഗാന്ധി എപ്പോഴും കൈ പിടിച്ചുകൊണ്ടിരുന്നത് എന്താണ്? ഭരണഘടനയാണ്. ആ ഭരണഘടനയുടെ പ്രയോക്താവ് അല്ലെങ്കിൽ അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് അംബേദ്കറുടെ ബ്രെയിനാണ്. ഇപ്പുറത്ത് മോദി അവരുദ്ദേശിക്കുന്നത് എന്താണ്? 400-ന് മുകളിൽ സീറ്റ് കിട്ടിയാൽ ഭരണഘടന മാറ്റും. അപ്പൊ എന്തായിരിക്കും കൊണ്ടുവരുന്നത്? ആദ്യകാലത്ത് RSS പറഞ്ഞിരുന്ന, അതായത് ഇന്ത്യയുടെ സംസ്കാരം എന്ന് ഇവർ പറയുന്ന ബ്രാഹ്മണിക സംസ്കാരം, അത് ഇന്ത്യയുടെ തനതായ സംസ്കാരമല്ല, പക്ഷെ ബ്രാഹ്മണിക സംസ്കാരത്തിനനുസരിച്ചുള്ള മനുസ്മൃതിയിൽ അധിഷ്ഠമായ ഒരു ഭരണഘടനയാണെന്ന് അവരാദ്യമേ പറഞ്ഞിരുന്നത്. അപ്പൊ അത് കൊണ്ടുവരുമെന്നാണ് അവരവകാശപ്പെട്ടത്. അതായത് നമുക്കറിയാം, ഹിന്ദു രാഷ്ട്രം എന്ന് പറയുമ്പോൾ ബൗദ്ധ ദർശനങ്ങൾ, അതായത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഒരാശയമല്ല ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടുന്നത്. ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടുന്നത് ഹിന്ദു മതത്തിന്റെ അകത്തുള്ള ആ ഘടന അനുസരിച്ച് അല്ലെങ്കിൽ സമൂഹത്തെ അത് എങ്ങനെയാണ് അത് കാണുന്നത്, അത് കൃത്യമായിട്ട് ഗോൾവാർക്കറുടെ ബുക്കിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് ബഞ്ച് ഓഫ് തോട്ട്സിനകത്തും ഉണ്ട്, വി അവർ നേഷണൽഹുഡ് ഡിഫൈൻഡ് പറയുന്ന ബുക്കിനകത്തും പറയുന്നുണ്ട്. രണ്ട് സ്ഥലത്തായിട്ട് പറയുന്നുണ്ട്.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ ആ വർണ്ണാശ്രമം അനുസരിച്ച് തന്നെയാണ് അവർക്ക് വേണ്ടത്. അപ്പം ഈ ഭരണഘടന കൊണ്ട്, അതായത് അംബേദ്കറുടെ ഭരണഘടന കൊണ്ട് എന്തായാലും ഹിന്ദുരാഷ്ട്രം ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പൊ ഹിന്ദുരാഷ്ട്രം ഒരു യാഥാർത്ഥ്യമാകണമെന്നുണ്ടെങ്കിൽ നേരെ മനുസ്മൃതിക്ക് അനുസരിച്ചുള്ള ഒരു ഭരണഘടനയായിരിക്കും അവർ കൊണ്ടുവരുന്നത്. അപ്പൊ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിൽ നടന്ന ഒരു ഫൈറ്റ്. അപ്പൊ ആ ഫൈറ്റിന്റെ അകത്ത് നമുക്കറിയാം ഏറെക്കുറെ ഒരു 10% അല്ലെങ്കിൽ 8-10% വരെയുള്ള വോട്ടിന്റെ ഷിഫ്റ്റ് ആണ് വന്നിരിക്കുന്നത് എല്ലായിടത്തും. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് അത് മനസ്സിലാവുന്നത് എവിടെയാന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശാണ്. എല്ലാവരും പറയുന്നത് യു പി തന്നെയാണ് ആ വ്യത്യാസം വന്നതെന്ന്. യു പിയിൽ എങ്ങനെയാണ് ആ വ്യത്യാസം വന്നത്? യു പിയിൽ ആണ് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ അംബേദ്കറൈറ്റ് അല്ലെങ്കിൽ അംബേദ്കറുടെ ആശയങ്ങളെ പിൻപറ്റുന്ന ദളിത് അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ തദ്ദേശ ജനതകളുടെ ഏറ്റവും കൂടുതൽ ഒരു കോൺസെൻട്രേഷൻ ഉള്ളത് അവിടെയാണ്. അപ്പൊ ഈ തദ്ദേശ ജനതയിലെ ആ ഒരു വിഭാഗം, അതായത് അൺടച്ചബിൾസ് എന്ന് മുദ്ര കുത്തപ്പെട്ടിരുന്ന ആ ഒരു വിഭാഗം, അവർ കൂടുതലും പല കാലങ്ങളിലായിട്ട് ബഹുജൻ മൂവ്മെന്റിന്റെ മുൻപിൽ നിൽക്കുകയും കാഞ്ചിറാം പൊളിറ്റിക്സിന്റെ ബഹുജൻ മൂവ്മെന്റിന്റെ ഭാഗമാവുകയും അതോടൊപ്പം തന്നെ മായാവതിക്ക് സപ്പോർട്ട് കൊടുക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗമാണ്. പക്ഷേ മായാവതിയുടെ ഇത്തവണത്തെയും അല്ല കഴിഞ്ഞ തവണയും അതുപോലെ തന്നെ ഇത്തവണത്തെ അവരുടെ നിലപാടുകൾ പലതും BJPക്ക് സഹായകമാകുന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ജനത മായാവതിക്ക് വോട്ട് കൊടുത്തില്ല. മായാവതിയുടെ ഒരു കാൻഡിഡേറ്റ് പോലും ജയിച്ചില്ല. തിരിച്ച് അവര് ഭരണഘടനയ്ക്ക് അനുസൃതമായ ഒരു നിലപാട് ആരെടുക്കുന്നു അവരുടെ കൂടെയാണ് നിന്നത്. അപ്പൊ ഭരണഘടനയ്ക്ക് അനുസരിച്ചുള്ള നിലപാട് എടുത്തത് ആരാണ്? ഇന്ത്യ മുന്നണിയാണ്. അപ്പൊ അംബേദ്കറുടെ ആശയങ്ങളുടെ കൂടെ നിൽക്കുന്നത് മായാവതിയോ മോദിയോ അല്ല എന്ന് മനസ്സിലാക്കി നേരെ അത് അവര് ഇന്ത്യ മുന്നണി അത് പറയുകയും രാഹുൽ ഗാന്ധി ഭരണഘടന ഉയർത്തിപ്പിടിക്കുകയും ചെയ്തപ്പോൾ അവർക്ക് മനസ്സിലായി എങ്ങോട്ടാണ് വോട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ആ 10%-ത്തിനകത്ത് വന്ന ഷിഫ്റ്റാണ്. അല്ലാതെ BJPയുടെ നേരത്തെ കിട്ടിയിരുന്ന വോട്ടുകൾക്കകത്ത് വലിയ വ്യത്യാസം വന്നിട്ടില്ല. BJPയുടെ കോർ വോട്ടുകൾ അതിനകത്തൊന്നും വ്യത്യാസം വന്നിട്ടില്ല. BJPക്ക് നഷ്ടം വന്ന വോട്ടുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന അൺടച്ചബിൾസിന്റെ വോട്ടുകളാണ്, അല്ലെങ്കിൽ അസ്പൃശ്യരായിട്ടുള്ള ആൾക്കാരുടെ വോട്ടുകളാണ്. അത് മായാവതിക്ക് കിട്ടാതെ അത്രയും വോട്ടുകൾ ഇപ്പുറത്തേക്ക് മാറിയപ്പോഴാണ് ഈ ഒരു ഷിഫ്റ്റ് വന്നത്. അല്ലാതെ പണ്ട് BJPക്ക് കിട്ടിക്കൊണ്ടിരുന്ന മറ്റു വോട്ടുകളെല്ലാം അന്നും കിട്ടിയിട്ടുണ്ട്, ഇന്നും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു 10%, അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു 18-20% വരെയുള്ള ആൾക്കാരാണ് ഇവര്. അതില് കുറച്ചുപേര് പലയിടത്തായിട്ട് വോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10%-ഓളം നിർണായകമായി വോട്ടുകൾ ഇപ്പുറത്തേക്ക് മറിഞ്ഞിട്ടുണ്ട്. അപ്പൊ അവർക്കത് മനസ്സിലായത് എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ അംബേദ്കറുടെ ഒരു വലിയ ഒരു പ്രധാനപ്പെട്ട ഒരു വാർണിംഗ് ഉണ്ട്, ഒരു മുന്നറിയിപ്പുണ്ട്. ഇന്ത്യയിൽ ഒരു ഹിന്ദുരാഷ്ട്രം ഉണ്ടാവുകയാണെങ്കിൽ അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ദുരന്തമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എത്ര ശക്തി ഉപയോഗിച്ച്, സർവ്വശക്തിയും ഉപയോഗിച്ച് നിങ്ങളൊരു ഹിന്ദുരാഷ്ട്രമാകുന്നതിന് ചെറുക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വോട്ടിംഗ് ആണ്, പല വോട്ടിങ്ങുകളിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വോട്ടിംഗ് ആണ് ഇന്ത്യ ഒരിക്കലും ഒരു ഹിന്ദുരാഷ്ട്രമാകാൻ നിങ്ങൾ അനുവദിക്കരുതെന്ന്. കാര്യം ഹിന്ദുരാഷ്ട്രമാകാൻ ഓട്ടോമാറ്റിക്കായിട്ട് ഭരണഘടന ഇതായിരിക്കത്തില്ല, മാറും. അപ്പൊ ഈ ജനത പെട്ടെന്ന് ആ ഡേഞ്ചർ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും അതിനനുസരിച്ചുള്ള ഷിഫ്റ്റ് വന്നപ്പോഴാണ് ഈ വ്യത്യാസം വന്നത്. ബാക്കിയുള്ള വോട്ടുകളൊക്കെ ഏറെക്കുറെ അത് പണ്ടത്തെ പോലൊക്കെ തന്നെയാണ് ഇരുന്നത്. അപ്പൊ മേജറായിട്ട് വ്യത്യാസം ഇന്ത്യയിൽ ഈ മാറ്റം കൊണ്ടുവന്നത് അംബേദ്കറുടെ ആശയങ്ങളുടെ പ്രയോക്താക്കളായിട്ടുള്ള അതിനെ ആശയങ്ങളെ പിൻപറ്റുന്ന ആൾക്കാരുടെ തീരുമാനത്തിനനുസരിച്ചാണ് ഇന്ത്യയിൽ ഈ ചേഞ്ച് വന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാല് ഈ നമ്മൾ ഇത്രയും അനാലിസിസുകൾ പലതും കേട്ടിട്ടുണ്ടെങ്കിലും അനാലിസിസ് ഈ രീതിയിൽ, അതായത് ഒരു അംബേദ്കറും സവർക്കറും തമ്മിൽ, അല്ലെങ്കിൽ അംബേദ്കറുടെ ആശയങ്ങളും സവർക്കറുടെ ആശയങ്ങളും, അല്ലെങ്കിൽ ബൗദ്ധ ദർശനങ്ങളുടെ ആശയങ്ങളും ഹിന്ദുത്വത്തിന്റെ അല്ലെങ്കിൽ ഹിന്ദു മതത്തിന്റെ ബ്രാഹ്മണ്യത്തിന്റെ ആശയങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലായിട്ട് ഇവരെ ആരും അത് പറഞ്ഞില്ല. ഇപ്പം എല്ലാരും ഈ ഹിന്ദുത്വം, അതെ അതിനകത്ത് ഏറ്റവും വലിയ തെളിവാണ് അയോധ്യയില് ഒരു ജനറൽ സീറ്റിൽ നിന്ന് ഒരു അൺടച്ചബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ട ഒരാള് അവിടുന്ന് ജയിക്കുന്നത്. അപ്പം ആ നിർണായകമായ ആ ഒരു അത് തന്നെ വളരെ കൃത്യമായി എവിഡന്റ് ആയിട്ട് വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു അടയാളമാണ്. ആരാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ മാറ്റത്തിന് കാരണക്കാരെന്നുള്ളതിന്റെ ഇത് മനസ്സിലായിരിക്കുന്നത്. അപ്പം ബേസിക്കലി നമ്മള് പല വിശകലനങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഈവൻ എല്ലാവരും ഹിന്ദുത്വം
മാത്രമാണ് പ്രശ്നം, ഹിന്ദു മതം ഓക്കെ ആണെന്നാണ് പറയുന്നത്. ഇവൻ ധ്രുവറാഠിയുടെ പോലും വാചകങ്ങളിൽ ഹിന്ദു സംസ്കാരം അല്ലെങ്കിൽ ഹിന്ദു മതം ഓക്കെയാണ്, ചക്കരയാണ്. പക്ഷെ ഹിന്ദുത്വം, സവർക്കറുടെ ഹിന്ദുത്വമാണ് അല്ലെങ്കിൽ ഹിന്ദുത്വ ആശയങ്ങളാണ് അതിനൊരു മാത്രമാണ് ഒരു തീവ്ര സ്വഭാവം ഉള്ളതെന്നാണ് പറയുന്നത്. പക്ഷെ ഇവർ വരികയാണെങ്കിൽ കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്ന ഭരണഘടന മനുസ്മൃതിയുടെയാണ്, അല്ലെ മനുസ്മൃതിയുടെ അംശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ്. അത് സവർക്കറുടെ സൃഷ്ടിയല്ലല്ലോ മനുസ്മൃതി, അത് ഹിന്ദുമതത്തിന്റെയാണ്, ഹിന്ദുമതത്തിന്റെ ഭാഗമാണ്. അതായത് ഈ നമ്മുടെ ഇന്ത്യത്തെ ഇപ്പോഴത്തെ ഭരണഘടന വരുന്നത് വരെ ഇന്ത്യയിലെ സമൂഹത്തെ നിയന്ത്രിച്ചുകൊണ്ടിരുന്ന രാജാക്കന്മാരൊക്കെ ഉള്ള സമയത്ത് നിയന്ത്രിച്ചുകൊണ്ടിരുന്ന ഭരണഘടന, ഈവൻ മുഗൾ രാജവംശക്കാലത്ത് പോലും ഇന്ത്യയിൽ നടമാടിയിരുന്ന ഭരണഘടന എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. മൗര്യകാലത്തിന് ശേഷം നമ്മുടെ ബ്രിട്ടീഷുകാർ വരുന്നാളും വരെയുള്ള ഭരണഘടന എന്ന് പറയുന്നത് മനുസ്മൃതിയാണ്. അതുകൊണ്ടാണ് മനുസ്മൃതിയെ തന്നെ അംബേദ്കർ ചുട്ടരിച്ചത്. അപ്പം ഈ പറയുന്ന അനാലിസിസ് നടത്തുന്നവർക്ക് പോലും ഇത് മനസ്സിലാവുന്നില്ല. അവർ പോലും പറയുന്നത് ഹിന്ദു മതത്തിന്റെ സംസ്കാരമല്ല, ഹിന്ദുത്വത്തിനെ മാത്രമാണ് നമ്മൾ എതിർക്കുന്നത്. പലരും വളരെ ലിബറലായിട്ട് ചിന്തിക്കുന്ന പലരും ചിന്തിക്കുന്ന അങ്ങനെയാ. പക്ഷെ ഹിന്ദു രാഷ്ട്രം കൊണ്ടുവരാനായിട്ട് തയ്യാറെടുത്ത ഈ ആൾക്കാര് അവരെന്തായിരുന്നു കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നത്? ഹിന്ദു മതത്തിന്റെ ഒരു ഭാഗമായ മനുസ്മൃതിയുടെ ഭരണഘടനയാണ് കൊണ്ടുവരാൻ ഉദ്ദേശിച്ചത്. അല്ലാതെ സവർക്കറുടെ പുസ്തകമൊന്നും അല്ല ഭരണഘടനയാക്കാൻ ഉദ്ദേശിച്ചത്, മനുസ്മൃതിയാണ്. അത് ഹിന്ദു മതത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഹിന്ദു മതത്തിന്റെ ഒരു ഹിന്ദു രാഷ്ട്രം ഉണ്ടാകുക എന്ന് പറയുന്നത് ഹിന്ദു മതത്തിന്റെ ആശയങ്ങളെയാണ് കൊണ്ടുവരുന്നത്, അല്ലാതെ RSSന്റെ മാത്രം ആശയങ്ങൾ. RSSൽ എവിടുന്ന ഈ ആശയങ്ങൾ കിട്ടുന്നത്? ഹിന്ദു മതത്തിൽ നിന്ന് കിട്ടുന്നതാണ്. ഈ ഹിന്ദുത്വം എന്ന് പറയുന്ന അതിനകത്ത് കൊടുത്തിരിക്കുന്ന ആശയങ്ങൾ അത് എവിടുന്ന് കിട്ടുന്നതാണ്? ഹിന്ദു മതത്തിന്റെയാണ്. അപ്പൊ ശരിയായി പറഞ്ഞു കഴിഞ്ഞാൽ സമത്വത്തിന്റെ ദർശനവും അസമത്വത്തിന്റെ ദർശനവും തമ്മിലുള്ള ഒരു ഫൈറ്റായിരുന്നു. അസമത്വം വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ഡിക്റ്റേറ്റർഷിപ്പ് വരുന്നത്. അതായത് ബാക്കിയുള്ളവരെ എല്ലാവരെയും അടിച്ചമർത്തി ഭരിക്കുക എന്ന് പറയുന്ന ആ ഒരു തത്വം എന്ന് പറയുന്നത് അസമത്വത്തിന്റെയാണ്. സമത്വം എന്ന് പറയുന്ന ഡിക്റ്റേറ്റർഷിപ്പ് വരത്തില്ല, അത് ശരിക്കും പറഞ്ഞ ഒരു ജനാധിപത്യ അവസ്ഥയാണ്. അപ്പം സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന് പറയുന്ന ഈ മൂന്ന് മൂല്യങ്ങൾ ഒരിക്കലും ജാതി വ്യവസ്ഥയായിട്ട് ചേർന്ന് പോകുന്നതാണ്. ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത് സമത്വം ഇല്ല, സ്വാതന്ത്ര്യമില്ല, സാഹോദര്യവും ഇല്ല. അപ്പൊ എന്തായാലും അത് ഈ പറയുന്ന ഹിന്ദു മതത്തിന് ഒരിക്കലും മുമ്പോട്ട് വെക്കാൻ പറ്റാത്ത മൂന്ന് ആശയങ്ങളാണ് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. അത് ബുദ്ധന്റെ ആശയങ്ങൾ തന്നെയാണ് ബാബാസാഹബ് എടുത്തിട്ടുള്ളത്. അത് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന് അദ്ദേഹം പറയുന്നുണ്ട് വളരെ കൃത്യമായിട്ട്. ഞാൻ ഈ പറയുന്ന സമത്വം, ലിബർട്ടി, ഈക്വാലിറ്റി, ഫ്രാറ്റേണിറ്റി എന്ന് പറയുന്നത് ഇത് ഫ്രഞ്ച് ഇതെടുത്തൊന്നും അല്ല, ഇതെന്റെ ഗുരുവായ ബുദ്ധനെ എടുത്തിരിക്കുന്നതെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പം യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അംബേദ്കർ ആശയങ്ങളും സവർക്കറുടെ ആശയങ്ങളും, അതല്ലെങ്കിൽ ഒന്നുകൂടെ അതിലേക്ക് പുറകോട്ട് പോയി കഴിഞ്ഞാൽ ബൗദ്ധ ആശയങ്ങളും ബ്രാഹ്മണിക ആശയങ്ങളും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. പിന്നെ മറ്റൊരു കാര്യം, അത് എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് അതിപ്പോ ഇത്തവണ എടുക്കേണ്ടി വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മൾ അദ്ദേഹത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. കാര്യം എന്താന്ന് പറഞ്ഞാൽ ഇന്ത്യ ഒട്ടാകെ അദ്ദേഹം 2 തവണ സഞ്ചരിച്ചിട്ടുണ്ട്. ഒന്ന് തെക്ക് തൊട്ട് വടക്ക് വരെയോ, ഒന്ന് പടിഞ്ഞാറ് തൊട്ട് കിഴക്ക് വരെയും സഞ്ചരിച്ചിട്ടുണ്ട്. ഒരു ഭാരത് ജോഡോ യാത്രയും ഭാരത് ജോഡോ ന്യായ യാത്രയും നടത്തിയിട്ടുണ്ട്. ഈ യാത്രയിലൂടെയാണ് ശരിക്കും പറഞ്ഞ അദ്ദേഹത്തിന്റെ ഒരു വീക്ഷണങ്ങൾ രൂപപ്പെട്ടത്. കാര്യം എന്താണ് ഗ്രൗണ്ടിലെ റിയാലിറ്റി, എന്താണ് യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ളത്. അപ്പോഴാണ് അദ്ദേഹം മനസ്സിലാവുന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഒരു ആനുപാതികമായ രീതിയിൽ, പ്രപ്പോർഷണൽ ആയിട്ടുള്ള രീതിയിൽ ഇന്ത്യയുടെ ഭരണത്തിന്റെ ഒരു ഗുണവും കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാവുന്നത്. അപ്പോഴാണ് അദ്ദേഹം ഈ പറയുന്ന ജാതി സെൻസസിനെ പറ്റി പറയുന്നത്, ഭരണഘടനയെ പറ്റി പറയുന്നത്. അപ്പൊ ഗ്രൗണ്ടില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കറൈറ്റ് ആശയങ്ങൾക്കാണ് ഇപ്പോഴും വേരോട്ടമുള്ളത്, അല്ലെങ്കിൽ ബൗദ്ധ ആശയങ്ങൾക്കാണ് വേരോട്ടമുള്ളതെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അതുകൊണ്ടാണ് എപ്പോഴും ആ കയ്യിലൊരു ചെറിയ പോക്കറ്റ് സൈസിലുള്ള ആ ഒരു ഭരണഘടന അദ്ദേഹം എടുത്തു പിടിച്ചിരുന്നത്. ബേസിക്കലി അതാണ് കീ പോയിന്റ്. ആ ഭരണഘടന എന്തുകൊണ്ട് കൈ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കർ ആശയങ്ങളോട് താല്പര്യമുള്ളവർ മുഴുവൻ ഇതിന്റെ കീഴിൽ അണിനിരക്കണമെന്ന് തന്നെ അദ്ദേഹം പറഞ്ഞത്. അപ്പൊ നമ്മൾ നോക്കുമ്പം രാഹുൽ ഗാന്ധിയും മോദിയും തമ്മിൽ ഏറ്റുമുട്ടി നമുക്ക് തോന്നുന്നത്, പക്ഷെ അല്ല. അവരൊക്കെ നിൽക്കുന്ന ആശയങ്ങൾ ഏത് ധാരയുടെയാണെന്ന് നോക്കുക. രാഹുൽ ഗാന്ധി ഇപ്പൊ തൽക്കാലം നിന്നത്, ഇതുവരെ കോൺഗ്രസ് അങ്ങനെ ചെയ്തിട്ടില്ല, ഇത്തവണ നിന്നത് അംബേദ്കറുടെ ആശയങ്ങളുടെ ആ ഒരു പിൻപറ്റിയാണ് നിന്നത്. പക്ഷെ മോദിയോ RSSോ ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ആരോ നിൽക്കുന്നത് ബ്രാഹ്മണിക ആശയങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആധുനിക കാലത്ത് ഇവർ രണ്ടും തമ്മിലുള്ള ഒരു ഫൈറ്റ് ആയിട്ട് തന്നെ വേണം നമുക്കിതിനെ മനസ്സിലാക്കാനായിട്ട്. അതിന്റെ കൂടെ അണിനിരുന്നവർ ആരൊക്കെയെന്നുള്ളതാണ് ഇന്ത്യ മുന്നണി, NDA. അപ്പൊ ഞാൻ ഇതിനെ അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ വളരെ സൂപ്പർഫിഷ്യൽ ആയിട്ട് പൊളിറ്റിക്സ് മാത്രമല്ല ഇതിന്റെ അകത്ത് അടങ്ങിയിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്തേക്ക് ആശയങ്ങളുടെ ഒരു
ഒരു ഫൈറ്റാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അല്ലെങ്കിൽ സാമൂഹികമായ ദർശനങ്ങളുടെ ഒരു ഫൈറ്റാണ് നടന്നിട്ടുള്ളത്. അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനെ തന്നെയാണ് പറയേണ്ടി വരുന്നത്. എന്റെ അനാലിസിസ് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലാണ് എനിക്ക് ഇതിനെ കാണാൻ പറ്റുന്നത്. സാർ, കേരളം എന്ന് സ്വയം തങ്ങളെ അടയാളപ്പെടുത്തുന്നത് രാഷ്ട്രീയ പ്രബുദ്ധതയുള്ള ആളുകൾ എന്നാണ് ഉള്ളതാണ്. അതേ സമയത്ത് നോർത്തിലേക്ക് നമ്മൾ യു പിയിൽ നോക്കുമ്പോൾ വളരെ പുച്ഛമായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവരോടുള്ളത്. പക്ഷേ യഥാർത്ഥത്തില് കേരളത്തില് ഈ ഭരണഘടനയ്ക്കെതിരായിട്ടുള്ള ഒരു മുന്നണിക്ക് സീറ്റ് തുറന്നു കൊടുക്കുകയും അവിടെ കൃത്യമായിട്ടുള്ള അനാലിസിസ് നടത്തി അവരെ തോൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. സാർ ഇതിനെ എങ്ങനെയാണ് കാണുന്നത്? അതായത് കേരളത്തില് ഉത്തരേന്ത്യയുടെ ഒരു വികാരമല്ല കേരളത്തില് പ്രതിഫലിച്ചത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. പക്ഷേ അത് നമ്മുടെ സീറ്റ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എൻ ഡി എക്ക് അധികം കിട്ടിയിട്ടില്ല. ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് കേരളത്തിലും, അല്ലെങ്കിൽ കോൺഗ്രസിനാണ് സീറ്റുകൾ കൂടുതൽ കിട്ടിയത്. 18 സീറ്റ് കോൺഗ്രസിന് കിട്ടി. അപ്പം മൊത്തത്തിൽ കേരളത്തിന്റെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളവും ഉത്തരേന്ത്യ പോലെ ചിന്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അതായത് മോദിക്കെതിരായിട്ടുള്ളൊരു വിധിയെഴുത്തായിരുന്നു. അതുകൊണ്ടാണ് കോൺഗ്രസിന് ഇത്രയും കൂടുതൽ എല്ലായിടത്തും സീറ്റ് കിട്ടുകയും വോട്ട് കിട്ടുകയും ചെയ്തെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം, ഇപ്പൊ പറഞ്ഞതുപോലെ ഉത്തരേന്ത്യയിലൊക്കെ ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞപ്പം കേരളത്തിൽ ബി ജെ പിക്ക് വോട്ട് കൂടുക ചെയ്തത്. ഉത്തരേന്ത്യയിൽ എല്ലായിടത്തും ബി ജെ പിക്ക് വോട്ട് കുറഞ്ഞപ്പം കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് കൂടുകയാണ് ചെയ്തത്. അപ്പൊ അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണു തുറപ്പിക്കണം. എന്താണ് ഉത്തരേന്ത്യ ചിന്തിക്കുന്ന പോലെ കേരളം ചിന്തിക്കാത്തത് എന്ന് നമുക്ക് ഒരു പെട്ടെന്ന് സംശയം തോന്നും. അപ്പൊ അതിന് ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഇപ്പൊ കേന്ദ്രത്തില് ഈ പറയുന്നത് പോലെ ഒരു വിലക്കയറ്റമോ തൊഴിലില്ലായ്മയോ ദാരിദ്ര്യമോ പട്ടിണിയോ ഇല്ലായിരുന്നു എന്ന് വെക്കുക. അതായത് കഴിഞ്ഞ മോഡി സർക്കാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർക്ക് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ രാഹുൽ ഗാന്ധി പറയുന്ന ഈ കാര്യങ്ങൾ, അതായത് തൊഴിലില്ലായ്മയെ പറ്റി പറയുന്നു, വിലക്കയറ്റത്തെ പറ്റി പറയുന്നു, ദാരിദ്ര്യത്തെ പറ്റി പറയുന്നു, പട്ടിണിയെ പറ്റി പറയുന്നു, ഇതൊന്നും ഉത്തരേന്ത്യയിലെ ആൾക്കാർ കാര്യമായിട്ട് എടുക്കൂല. അപ്പോ അവര് മതത്തിന് അവരുടെ മതത്തിന്റെ കൂടെ ആരാണ് നിൽക്കുന്നത് അവരുടെ കൂടെ പോയാൽ. പക്ഷെ ഇത്തവണ ഉത്തരേന്ത്യയിൽ ഈ പറയുന്ന പ്രശ്നങ്ങൾ, ജീവിത പ്രശ്നങ്ങൾ അവരെ പ്രകടമായിട്ട് മുൻപോട്ട് വന്നപ്പം, പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഭരണഘടന മാറ്റുന്നു എന്നുള്ള ഒരു പ്രശ്നം കേരളത്തിലുള്ള ആൾക്കാർക്ക് അത്ര വലിയ കാര്യമായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതേസമയം ഉത്തരേന്ത്യയിലുള്ളവർക്ക് അത് കാര്യമായിട്ട് ഫീൽ ചെയ്യും. കാര്യം അവിടെ അംബേദ്കറേറ്റ് പൊളിറ്റിക്സ് കുറച്ചും കൂടെ സ്ട്രോങ് ആണ്, അല്ലെങ്കിൽ അംബേദ്കറുടെ ആശയങ്ങൾ കുറച്ചും കൂടെ ആൾക്കാരുടെ ഇടയിലുണ്ട്, പൊതുധാരയിലുണ്ട്. അസം കേരളത്തിൽ അത് ഇതുവരെ വന്നിട്ടില്ല. കാരണം കേരളത്തിൽ മാറി മാറി ഭരിക്കുന്ന LDF ആണെങ്കിലും UDF ആണെങ്കിലും അംബേദ്കറെ പറ്റി, അംബേദ്കർ ആശയങ്ങളെ പറ്റി ഇതുവരെ സംസാരിക്കാനോ അതിനെ പ്രചരിപ്പിക്കാനോ ശ്രമിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഉത്തരേന്ത്യയിലുള്ള ആൾക്കാർക്ക് ഉള്ളത്ര ആ ഒരു അംബേദ്കറുടെ അവബോധം കേരളത്തിൽ വന്നിട്ടില്ല, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, ഉത്തരേന്ത്യയിലുള്ളത്രയും പ്രകടമായിട്ടുള്ള ജീവിത പ്രശ്നങ്ങൾ, പട്ടിണി, പ്രാരാബ്ദം, തൊഴിലില്ലായ്മ, വിലക്കയറ്റം കാര്യങ്ങളൊന്നും കേരളത്തിൽ അങ്ങനെ കാര്യമായിട്ട് ഇത്രയും വരുന്നില്ല. കാരണം കേരളത്തിലുള്ളവരെല്ലാം വിദേശത്ത് പോവുകയും പിള്ളേരൊക്കെ ആണെങ്കിലും പുറത്തോട്ട് പോവുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായതുകൊണ്ട് ഉത്തരേന്ത്യയിലുള്ള അത്രയും പ്രശ്നങ്ങൾ, ഈ അഗ്നിവീർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലുള്ള ആൾക്കാർക്ക് അറിയത്ത് പോലും എന്തിനാണ് അഗ്നിവീർ. ഉത്തരേന്ത്യയിൽ അതൊക്കെ വലിയ കാര്യമാണ് അഗ്നിവീർ. കേരളത്തിൽ ഒരാൾക്ക് പോലെ അഗ്നിവീർ ഒരു പ്രശ്നമേ അല്ല. അല്ലെങ്കിൽ കർഷക സമരം കേരളത്തിലുള്ളവർക്ക് പ്രശ്നമല്ല. അപ്പൊ കേരളത്തിലുള്ളവരെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളൊന്നും അല്ല ഈ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളൊന്നും. പിന്നെ കേരളത്തിന് മൊത്തത്തില് മോദിയെ ഇഷ്ടമില്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ BJP സംഘപരിവാറിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ട് കോൺഗ്രസിന് വോട്ട് കിട്ടിയെന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും മനസ്സിലാക്കേണ്ടത് BJPക്ക് അങ്ങനെ വോട്ട് കൂടിയെന്നുള്ളതാണ്. അപ്പൊ കേരളത്തിൽ ഈ ജനത ബാക്കിയുള്ള ജീവിത സാഹചര്യങ്ങളെല്ലാം ഒരുമാതിരി കിട്ടിക്കഴിഞ്ഞപ്പം അവർ അതൊക്കെ അവരുടെ സാംസ്കാരികത ആര് പറയുന്നു, അല്ലെ മതം ആര് പറയുന്നു, അവന്റെ കൂടെ പോകാമെന്നാണ് കേരളത്തിലെ ആൾക്കാർ ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ഈ ഈഴവരിൽ ഒരു 30% BJPക്ക് വോട്ട് കിട്ടിയത്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ കുറച്ച് പേര് 10% വോട്ട് BJPക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഈ ദൈവങ്ങൾ ഞങ്ങളുടെ ഇനി ബാക്കി ആഹാരം കഴിക്കാനുണ്ട്, വസ്ത്രമുണ്ട്, പാർപ്പിടമുണ്ട്, തൊഴിലുണ്ട്. പിന്നെ അടുത്തത് എന്താ? ദൈവങ്ങൾ. ഞങ്ങളുടെ ദൈവം, ഞങ്ങളുടെ ഉത്സവം. അതിന്റെ കൂടെ ആരാണ് നിൽക്കുന്നത്? കോൺഗ്രസിന്
സ്പിരിച്വാലിറ്റി പറഞ്ഞ് മുമ്പോട്ട് വരാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു മതം പറഞ്ഞ് മുമ്പോട്ട് വരാൻ പറ്റുന്നില്ല. മതേതരത്വമാണ് പറയുന്നത്. അപ്പൊ മതേതരത്വം പറയുന്നതാണോ അത് ഞങ്ങളുടെ സ്വന്തം മതത്തെ പറ്റി പറയുന്നവരുടെ കൂടെയാണ് ഞങ്ങൾ നിൽക്കേണ്ടത്? ഇതാണ് ഇവർ ചിന്തിക്കുന്നത്. ഈ വോട്ട് ഈ കൂടുതൽ കൊടുത്ത ആൾക്കാർ അല്ലെങ്കിൽ ബി ജെ പിയിലോട്ട് ചായുന്ന ആൾക്കാർ ചിന്തിക്കുന്നത്, അയ്യോ നമ്മുടെ അയ്യപ്പനെ പറഞ്ഞു, അല്ല നമ്മുടെ മറ്റേ ദൈവത്തെ പറ്റി പറയുന്നു, നമ്മുടെ മതത്തെ പറ്റി പറയുന്നു, അമ്പലത്തെ പറ്റി പറയുന്നു എന്നുള്ളതാണ് അവരുടെ ചിന്ത. ബി ജെ പി പൊളിറ്റിക്സ് അല്ലല്ലോ പറയുന്നത്, ബി ജെ പി മതമാണ് പറയുന്നത്, മറ്റുള്ളവരൊക്കെ പൊളിറ്റിക്സ് ആണ് പറയുന്നത്. ബി ജെ പി ഇതിനെ വിലക്കയറ്റത്തെ പറ്റി പറഞ്ഞു, തൊഴിലില്ലായ്മ പറ്റി പറഞ്ഞു, ദാരിദ്ര്യത്തെ പറ്റി പറഞ്ഞു, പട്ടിണിയെ പറ്റി പറഞ്ഞു, ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. അവര് പറയുന്നത് മുഴുവൻ മതം 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 മതം, ദൈവം. മോദി അവസാനം ദൈവമാകുകയാണ്. രാഹുൽ ഗാന്ധി വെറും പൊളിറ്റീഷ്യൻ ആയിട്ടിരിക്കുക. മോദി പറയുന്നത് ഞാൻ ബയോളജിക്കൽ, ഞാൻ നേരിട്ട് അവതാര പുരുഷനാണ്, എന്നെ പരമാത്മാവ് വിട്ടതാണ്. പിന്നെ അവസാനം പോയി ഭജന ഇരിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ ധ്യാനം ഇരിക്കാൻ പോകുന്നു. രാഹുൽ ഗാന്ധി അന്നേരം മണ്ണിൽ പൊളിറ്റീഷ്യൻ ആയിട്ട് നിൽക്കുകയാണ്. കേജ്രിവാൾ പൊളിറ്റീഷ്യനാണ്, ബാക്കി എല്ലാവരും പിണറായി പൊളിറ്റീഷ്യനാണ്, ഉദ്ധവ് താക്കറെ പൊളിറ്റീഷ്യനാണ്, അഖിലേഷ് യാദവ് പൊളിറ്റീഷ്യനാണ്, തേജസ്വി യാദവ് പൊളിറ്റീഷ്യനാണ്, മോദി ദൈവമാണ്. അപ്പം ദൈവവിശ്വാസികളായിട്ടുള്ളവർ എങ്ങോട്ട് പോകും? ദൈവത്തിന്റെ കൂടെ പോകും. അല്ലെങ്കിൽ യു പിയിലെ പോലെ ദൈവം കൊണ്ട് ഞങ്ങളുടെ വയറ് നിറയുകയെന്ന് ചിന്തിക്കാനുള്ള പട്ടിണി, അത്രയും രൂക്ഷമായിട്ടുള്ള വിശപ്പ് അവന് തോന്നണം. ആ വിശപ്പ് ഇവനില്ല, കേരളത്തിലുള്ളവർക്കില്ല. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, വിശപ്പും കേരളത്തിലുള്ളവൻ അത്ര ഇല്ലാത്തതുകൊണ്ട് അവൻ മതത്തിന്റെ പുറകെ പോകും. ഉത്തരേന്ത്യയിലുള്ളവൻ അതല്ല. രാമനെയും സീതയും അല്ലെങ്കിൽ ഈ പറയുന്ന ഭക്തിയൊന്നും പുഴുകി തിന്നു കഴിഞ്ഞാലൊന്നും വിശപ്പ് മാറുകയെന്ന് അവര് തന്നെ അവര് തന്നെ പല ഇന്റർവ്യൂവിലും ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ രാമക്ഷേത്രം ഇരിക്കുന്ന ഫൈസാബാദില് ബി ജെ പി തോറ്റുപോയത്. അവരെ അതുപോലെ ജീവിത പ്രശ്നങ്ങൾ തുറച്ചു നോക്കുന്നുണ്ട്. നാളെ എങ്ങനെ ജീവിക്കുന്നല്ല അവർക്ക് അറിയത്തില്ല. അത്രയ്ക്കും വലിയ പ്രശ്നം കേരളത്തിലുള്ളവർക്ക് ഇല്ല. അപ്പൊ അതുകൊണ്ട് ബാക്കി എല്ലാ ഭാഗവും ലാവിഷായി, എല്ലാ ഭാഗവും സാറ്റിസ്ഫൈ കഴിയുമ്പോഴത്തേക്ക് അതൊക്കെ പിന്നെ അവന്റെ മനസ്സിനകത്ത് ഇനി പിന്നെ ഭക്തിയെ പറ്റിയുള്ള ചിന്തകളൊക്കെ തുടങ്ങും. അപ്പം ഭക്തിയുടെ കൂടെ നിൽക്കുന്ന ആരാ? ഇതിനെ തകർക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇത്തവണ ഉത്തരേന്ത്യ ചെലവായി ഈ സംഭവങ്ങളൊക്കെ. നാളെ ഒരു ടേമിലേക്ക് ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അടുത്ത തവണ ഒരു 400 കിട്ടണം എന്നുള്ള ഒരു ഉദ്ദേശത്തിൽ മോദി ഈ പ്രാവശ്യത്തെ ഈ ടേമിൽ എല്ലാവർക്കും ആ ആവശ്യത്തിന് തൊഴിലും ഒക്കെ ഒന്ന് കൊടുക്കുകയെന്ന് വിചാരിക്കുക. തൊഴിലും വിലക്കുറവൊക്കെ ഉണ്ടാക്കി കൊടുത്ത് ഒരു സൽഭരണം, ഒരു ടേമിലേക്ക് ഒരു സൽഭരണം കൊടുക്കാന്ന് വിചാരിക്കുക. പിന്നെ രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞ് വോട്ട് പിടിക്കും? ബി ജെ പി മതവും പറയുന്നുണ്ട്, സൽഭരണം കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അടുത്ത തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധി ഇന്ത്യ മുന്നണി ഒന്ന് നിലം തൊടുക. അത് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പിരിച്വാലിറ്റിക്ക് പകരമായിട്ടുള്ള മറ്റൊരു സ്പിരിച്വാലിറ്റിയും കൂടി അവർ പറയണം, രാഹുൽ ഗാന്ധിയും പറയണം. അപ്പൊ കട്ടയ്ക്ക് രണ്ട് കാര്യങ്ങൾ ഈക്വൽ ആവും. അതായത് സ്പിരിച്വാലിറ്റിക്ക് പകരം, മതത്തിന് പകരം ഒരു നല്ല മതം ഇവരും പറയും, സെക്യുലർ ആയിട്ടുള്ളൊരു മതം, സെക്യുലറായിട്ട്, അതായത് ദൈവം ഭക്തിയും പ്രാർത്ഥന ഒന്നും ഇല്ലാത്തൊരു മതം, ബുദ്ധമതം, ധമ്മം പോലെ. ധമ്മത്തിനകത്ത് ദൈവമില്ല. അങ്ങനെ ഒരു സാധനം ഇവരും പറയുകയാണെങ്കിൽ, അതേസമയം ഓരോ ജീവിത പ്രശ്നങ്ങളെ പൊളിറ്റിക്സിന്റെ സമയത്ത് പൊളിറ്റിക്സ് പറയാനും മതം പറയുന്ന സമയത്ത് കൃത്യമായ ബദൽ ഒരു മതമോടെ പറയാനായിട്ടുള്ള കഴിവുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പാർട്ടിയാണ് കോൺഗ്രസ് എങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു പാർട്ടി ഉയർന്നു വരികയാണെങ്കിൽ അവർക്ക് ബി ജെ പിയെ തടയിടാൻ പറ്റും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അങ്ങനെ ഒരു സാധനം ഇപ്പൊ ഇന്ത്യയിൽ ഇല്ല. പിന്നെ ഉള്ളത്, ഈ ആൾക്കാർക്ക് ഒരു പേടി വന്നിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ ഭരണഘടന പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളും, ഞങ്ങളുടെ ജീവിതം തന്നെ അപകടത്തിലാവുന്ന ഒരു പേടി വന്നിട്ടുണ്ട്. കേരളത്തിൽ അത്ര ഒരു പേടി കൂടുതലായിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമാണ്. അതിലും ക്രിസ്ത്യൻ ന്യൂനപക്ഷത്തിന് അത്രയില്ല. പക്ഷെ മുസ്ലിങ്ങൾ അവരെ വല്ലാതെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട്, വിക്ടിമൈസ് ആയി ചെയ്യപ്പെടുന്നത് കൊണ്ട് മുസ്ലിം പോപ്പുലേഷൻ നന്നായിട്ട് കോൺഗ്രസിന് കൂട്ടുകൊടുത്തിട്ടുണ്ട്. കാരണം ഉത്തരേന്ത്യയിൽ ഒരു നാഷണൽ ലെവലിലുള്ള ഒരു പ്ലെയർ എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെയാണ് അവർ കാണുന്നത്. ഇടതുപക്ഷത്തെ എങ്ങനെ കാണുന്നത്? ഇടതുപക്ഷം ഒരു നാഷണൽ പ്ലെയർ ആയിട്ട് കേരളത്തിലെ മുസ്ലിങ്ങളൊന്നും അങ്ങനെ തോന്നുന്നില്ല. ആ കൂടിയപ്പോൾ അവിടെ ഒരു പൊളിറ്റി ബ്യൂറോയിൽ 3-4 പേര് എന്തെങ്കിലും സംസാരിക്കുന്നുള്ളതല്ലാതെ ഒരു നാഷണൽ പ്ലെയർ എന്നുള്ള രീതിയിൽ കോൺഗ്രസിനെ പോലെ ഇടതുപക്ഷം പ്രസക്തമല്ല നാഷണൽ ലെവലിൽ. അതുകൊണ്ടാണ് കോൺഗ്രസിനെ അവർ ചൂസ് ചെയ്തത്, ഇടതുപക്ഷത്തെ ചൂസ് ചെയ്തില്ല. ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെങ്കിലും നേരിട്ടെന്നാ പിന്നെ അവരെ തന്നെ എടുത്താൽ പോരെ. ഈ വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട കാര്യമില്ല, നേരിട്ട് കോൺഗ്രസിന് കൊടുത്താൽ പോരെ എന്ന് വെച്ചാൽ ആൾക്കാർ കോൺഗ്രസിനെ കൊടുത്തിട്ടുണ്ട്. ഉപ്പോളം വരികയിൽ ഉപ്പിലിട്ടത് എന്നുള്ള രീതിയിൽ അവർ നേരിട്ട് കോൺഗ്രസിന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ
അങ്ങനെ വരുമ്പോൾ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളത്തിൽ ക്രമാനുഗതമായിട്ട് BJPക്ക് ആൾക്കാരുടെ എണ്ണം അല്ലെങ്കിൽ ആ ചായ്വ് കൂടി വരുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഇത് ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഭീഷണിയായി തീരും എന്നത് മനസ്സിലാക്കണം. പക്ഷേ അതിനെ തടയാൻ മതം പറയാൻ ഇവരെ കൊണ്ട് പറ്റത്തില്ല. മതത്തിനെ മതേതരത്വം കൊണ്ട് നേരിടാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്തുള്ള എല്ലാവർക്കും മതമുണ്ട്, ഇന്ത്യയിൽ മതമുണ്ട്. അപ്പൊ തിരിച്ച് ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ബ്രാഹ്മണിസത്തെ ചെക്ക് വെക്കാൻ പറ്റുന്ന ഒരു മതത്തിനെ തന്നെ നമ്മൾ മറ്റുള്ള ആൾക്കാർ മുമ്പോട്ടേക്ക് കൊണ്ടുവരണം. അതിന് ഇസ്ലാം പറ്റത്തില്ല, ക്രിസ്ത്യാനിറ്റി പറ്റത്തില്ല. കാരണം അത് രണ്ടും വിദേശ മതങ്ങളാണ്. അതിനുള്ള ഒരു ഇന്ത്യൻ സാംസ്കാരികമായ ഒരു പശ്ചാത്തലം, പാരമ്പര്യം അതിനില്ല. അവർക്ക് രണ്ടിനും ഇല്ല. ഇന്ത്യൻ പശ്ചാത്തലം പാരമ്പര്യം ഉള്ളതും ബ്രാഹ്മണിസത്തെക്കാളും പുരാതനമായതുമായിട്ടുള്ള ബൗദ്ധധാരയെ തന്നെയാണ് അംബേദ്കർ അതുകൊണ്ടാണ് ചൂസ് ചെയ്തത്. കാര്യം ഇന്നത്തെ ഹിന്ദുമതം എന്ന് പറയുന്നത് താന്ത്രിക് ബുദ്ധിസമാണ്. നമുക്ക് എല്ലാവർക്കും പലർക്കും അറിഞ്ഞുകൂടാതെ താന്ത്രിക് ബുദ്ധമതത്തിന്റെ ബ്രിട്ടീഷുകാർ കൊടുത്ത പേരാണ് ഹിന്ദുസം. അപ്പൊ അതൊക്കെ ബുദ്ധന്റെ എത്രയോ കാലത്തിന് ശേഷം ഡിസ്റ്റോർട്ടായി വികൃതമായി വക്രീകരിക്കപ്പെട്ടുണ്ടായ സാധനമാണ്. അപ്പം ഒറിജിനൽ ബൗദ്ധധാര അതിനേക്കാൾക്ക് മുമ്പിലുള്ളതാണ്. ഇവര് നുണ പറയുന്നുണ്ട് ഇന്ത്യയുടെ ഇത് ബ്രാഹ്മണികമാണ് ഈ സംസ്കാരം, ഇന്ത്യയുടെ സംസ്കാരം, തന്നെ സംസ്കാരം അല്ല. ഇത് വളരെ കുറെ, അതായത് 4-ാം നൂറ്റാണ്ട് 5-ാം നൂറ്റാണ്ട് തൊട്ട് 8-ാം നൂറ്റാണ്ട് വരെ മാത്രമുള്ള ഒരു ചരിത്രം മാത്രമേ ഉള്ളൂ ഇന്നത്തെ ഹിന്ദുമതം. പണ്ടത്തെ വേദകാലത്തെ ഹിന്ദുമതം പണ്ട് എവിടെയോ നഷ്ടപ്പെടും. അശോകന് മുമ്പ് അത് നാമാവശേഷമായി പോയി. വൈദിക പാരമ്പര്യമുള്ള യാഗയജ്ഞ സംസ്കാരം അത് പോയി. ഇത് ഹിന്ദുമതം വേർഷൻ 2 ആണ്. അത് പറഞ്ഞ താന്ത്രിക ബുദ്ധിസമാണ്. ബുദ്ധമതത്തിനകത്ത് കയറി മഹായാനെ ഉണ്ടാക്കി, പിന്നെ തന്ത്രയാനയാക്കി, വജ്രയാനയാക്കി, താന്ത്രിസമായി. അത് വന്ന സാധനമാണ്. അതിനാണ് പിന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോഴും ഹിന്ദുയിസം എന്നുള്ള പേര് കൊടുത്തത്. അതുവരെ അവർ പറയുന്ന സനാതന ധർമ്മം എന്നുള്ള പേര് അവരെടുത്തുകൊണ്ടിരുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലെ ഇടതുപക്ഷത്തിനും കോൺഗ്രസിനും ഈ മതപരമായിട്ടുള്ള ഒരു ഫൈറ്റും കൂടെ നടത്തേണ്ടി വരും. അതിന് പറ്റുന്ന ഒരു മതത്തെ, അതായത് എല്ലാ ആൾക്കാർക്കും ഒരുപോലെ സമത്വമായിട്ടും സ്വാതന്ത്ര്യമായിട്ടും സാഹോദര്യമായിട്ടും എല്ലാ ആൾക്കാരും ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ റിലീജിയനെ ഇവർക്ക് എടുക്കേണ്ടതായി വരും. എടുത്തില്ലെങ്കിൽ ഇവരുടെ നാശമാണ്. അത് ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും. അപ്പോ അത് ഇപ്പൊ ഇവരുടെ പൊളിറ്റിക്സ് വെച്ചുകൊണ്ട് മതത്തിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. മതേതരത്വം വെച്ച് മതത്തിനെ ഫൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ എത്രയും പെട്ടെന്ന് ഇടതുപക്ഷമോ അല്ലെങ്കിൽ കോൺഗ്രസോ ഇത് മനസ്സിലാക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്താൽ അവർക്ക് നന്ന്. പിന്നെ തൃശ്ശൂർ ജയിച്ചത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, തൃശ്ശൂർ കോൺഗ്രസിനകത്ത് കുറച്ച് പടലപ്പണക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് വോട്ട് മറിഞ്ഞതായിട്ട് പറയപ്പെടുന്നുണ്ട്. കാരണം കോൺഗ്രസിന് എത്ര വോട്ട് കുറഞ്ഞോ അത്രയും വോട്ട് ഇത് BJPക്ക് കൂടിപ്പോയിട്ടുണ്ട്, സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ കേരളത്തിന്റെ ഒരു പൊതു മനസ്സെന്ന് പറയുന്നത് എനിക്ക് എന്താണ് പ്രയോജനം, അല്ലാതെ പൊതുസമൂഹത്തിന് എന്ത് പ്രയോജനം എന്ന് ചിന്തിക്കുന്ന ഒരാൾക്കാരല്ല മലയാളികൾ. തമിഴിൽ അങ്ങനെയല്ല. തമിഴില് അവർക്ക് പൊതുവായിട്ടൊരു ബോധമുണ്ട്. ഞങ്ങൾ തമിഴ് മക്കൾക്ക് എന്താണ് ദോഷം, അങ്ങനെ കേരളത്തില് ഞങ്ങൾ കേരളീയർക്ക് എന്താണ് ദോഷം എന്ന് ചിന്തിക്കുന്ന ഒരു മനസ്സില്ല. അപ്പൊ അതുകൊണ്ട് മണിപ്പൂരിലെ ആൾക്കാർക്ക് അവിടെ വെന്ത് കത്തിപ്പോയാൽ എന്താ, അവിടുത്തെ പള്ളികൾ അടിച്ചു പൊളിച്ചാലൊന്നും തൃശ്ശൂരെ പള്ളിയിലുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ക്രിസ്ത്യൻസിനോ നോവത്തില്ല. അതുകൊണ്ട് അവർക്ക് തോന്നിക്കാണും, അയ്യോ മോദി തൃശ്ശൂർ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിനൊക്കെ വന്നതല്ലേ. ഇതൊക്കെ പൊളിറ്റിക്സ് ആണ്. അപ്പൊ മോദി എന്ന് പറയുന്നത് സുരേഷ് ഗോപിയുടെ തൊട്ടടുത്താണ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി തൊട്ടടുത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് തൃശ്ശൂരിലെ ഞങ്ങൾക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്ക് അല്ലെങ്കിൽ ഞങ്ങളുടെ ആൾക്കാർക്ക് എത്ര ഗുണം കിട്ടുന്ന ആൾക്ക് ഏതാണോ അവർക്ക് വോട്ട് കൊടുക്കുക എന്നുള്ളത്. മണിപ്പൂർ കത്തിയാലൊന്നും ഒരു വിഷയമല്ല. അപ്പൊ അതുകൊണ്ട് അവർ നേരെ പോയി സുരേഷ് ഗോപിക്ക് കൊടുത്തു വോട്ട്. അങ്ങനെയാണ് പറയപ്പെടുന്നത്. തൃശ്ശൂരെ ക്രിസ്ത്യൻസിനകത്ത് നല്ലൊരു വിഭാഗം സുരേഷ് ഗോപിക്ക് വോട്ട് കൊടുത്തു തന്നെയാണ് എല്ലാ സ്റ്റാറ്റിസ്റ്റിക്സും എല്ലാവരും പറയുന്നത്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പുറകിലത്തെ ചേതോവികാരം ഇതാണ്. അപ്പൊ ഇങ്ങനെ കുറച്ച് ഫാക്ടേഴ്സ് കേരളത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്ന്, ജീവിത പ്രശ്നങ്ങൾ ഉത്തരേന്ത്യയിലെ പോലെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഇത് BJPക്ക് മതത്തിന്റെ പേരിലുള്ള ചായ്വ് കൊണ്ട് BJPക്ക് ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. രണ്ടാമത്, തൃശ്ശൂര് കേരളത്തിന്റെ ആൾക്കാരെല്ലാവരും ഈ സെൽഫിഷായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരായതുകൊണ്ട്, സാമൂഹ്യമായ ഒരു ചിന്തയില്ലാത്തതുകൊണ്ട്, പൊതുവായ ഒരു ചിന്തയില്ലാത്തത് കൊണ്ട് ഏതാണ് ബെനിഫിറ്റ് അതിന് കൊടുക്കുക. കേരളത്തിലുള്ള ആൾക്കാർ, ഒത്തിരിയേറെ ആൾക്കാർ നമ്മള് ഈ അടുത്തിടെ ആ സമയത്ത് പറയുന്നത് കേട്ടതാ, മോദിയാണ് അധികാരത്തിൽ കയറുന്നത്, എന്നാ പിന്നെ അധികാരമുള്ളവന്റെ കൂടെ നിന്നാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് കേരളത്തിലുള്ളവർ. മറ്റവരങ്ങനെയല്ല, അധികാരമുള്ളവന്റെ കൂടെ നിൽക്കണം എന്നുള്ളതല്ല മറ്റു പലരും ചിന്തിക്കുന്നത്. ഞങ്ങൾക്ക് ഗുണം ഏതാണ്, ഞങ്ങൾക്ക് ദോഷം ഏതാണെന്നുള്ളതല്ല, പൊതുസമൂഹത്തിന് ഏതാണ് ദോഷം എന്ന് അവർ ചിന്തിക്കും. അപ്പൊ അവരുടെ കൂടെ
അവർക്കെതിരായിട്ട് അവരിപ്പോ തമിഴ്നാട്ടിലെ ആൾക്കാർ ചെയ്ത പോലെ അവർ മോദിക്കെതിരായിട്ട് നിൽക്കും. പക്ഷെ അതുപോലെ മലയാളികളെ നമുക്ക് കിട്ടത്തില്ല. അതെപ്പോഴും അങ്ങനെയാണ്. ഇന്ദിരാഗാന്ധിയുടെ ഇതിന്റെ അടിയന്തരാവസ്ഥയുടെ സമയത്തും മലയാളി ചിന്തിക്കുന്നത് എപ്പോഴും ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് എന്താണ് ബെനിഫിറ്റ്. അന്ന് മറ്റ് സംസ്ഥാനങ്ങളെല്ലാം ഇന്ദിരാഗാന്ധിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തപ്പോൾ കേരളത്തിൽ അങ്ങ് കോൺഗ്രസിനായിരുന്നു ഭൂരിപക്ഷം. അപ്പൊ അത് കേരളത്തിന്റെ ഒരു പ്രത്യേകമായ ഒരു 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 നേച്ചറാണ്. കേരളത്തിന് കുറച്ച് കാപട്യം കൂടുതലാണ്. ഓക്കെ, നന്ദി സർ. നമ്മൾ മനസ്സിലാക്കേണ്ടത് പിന്നെ സാംസ്കാരികമായിട്ടുള്ള അധിനിവേശമാണ് ബേസിക്കലി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത്. അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് സോഷ്യൽ സ്റ്റഡീസിലോ കരിക്കുലത്തിലോ അല്ലെങ്കിൽ ചരിത്രപരമായിട്ടുള്ള യാതൊന്നും തന്നെ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. ആളുകൾക്ക് അത് അറിയില്ല. യഥാർത്ഥമായിട്ടുള്ള സംസ്കാരം പിന്നെ നമ്മളീ പറയുന്ന ഹിന്ദു മതത്തിന്റെ സംസ്കാരമല്ല. അതിന് പകരം സമത്വവും സാഹോദര്യവും സ്വാതന്ത്ര്യം കൊടുക്കുന്ന ബൗദ്ധ സംസ്കാരമാണെന്നുള്ള ഒരു ചരിത്ര പശ്ചാത്തലം അറിയാത്തത് കൊണ്ടുള്ളൊരു കൺഫ്യൂഷൻ മാത്രമേ, അറിവില്ലായ്മ, ചരിത്രത്തെ പറ്റിയുള്ള അറിവില്ലായ്മ. അതെ, ഇന്ത്യയുടെ തനത് സംസ്കാരം എന്ന് പറയുന്നത് ബൗദ്ധമാണ് എന്നാണ് നമ്മുടെ ആൾക്കാർക്ക് അറിഞ്ഞുകൂടാത്തത്. ആൾക്കാർ ഇപ്പോഴും വിശ്വസിച്ച് വെച്ചിരിക്കുന്നത് ഇന്ത്യയുടെ തനത് സംസ്കാരം എന്ന് പറയുന്നത് ബ്രാഹ്മണികമാണെന്നാണ്. അത് ഓർഗനൈസ്ഡ് ആയിട്ടൊരു പ്രോപ്പഗണ്ട മാത്രമാണ്. പണ്ട് ഇവർ പറഞ്ഞ പോലെ ലോകത്തിലെ ഏറ്റവും വലിയ പുരാതനമായ ലാംഗ്വേജ് സംസ്കൃതമാണെന്ന് അവർ പറഞ്ഞുകൊണ്ടിരുന്നു. അല്ല, തമിഴാണ്. പക്ഷെ ഈ ഓർഗനൈസ്ഡ് പ്രോപ്പഗണ്ട 10 പ്രാവശ്യം പറഞ്ഞ ആൾക്കാർക്ക് ചരിത്രം അറിയാൻ മേലാത്തവരാണെങ്കിൽ ചിലപ്പോൾ അത് വിശ്വസിച്ച് പോകും. മനസ്സിലായല്ലോ? അങ്ങനെ പറ്റുന്ന ചില മണ്ടത്തരങ്ങളാണ് ഈ ആൾക്കാർക്ക് പറ്റുന്നത്. അപ്പൊ അതുപോലെ തന്നെ വേറൊരു മണ്ടത്തരം ചെയ്യുന്നത് ഈ ഹിന്ദുത്വത്തെ അല്ലെങ്കിൽ ഹിന്ദു മതത്തെ BJP എടുത്തുകൊണ്ട് പോകുന്ന പോലെ, എന്നാൽ ഞങ്ങൾ മതേതരമായ ശ്രീകൃഷ്ണ ജയന്തി, മതേതരമായ മഹാഭാരതം, മതേതരമായ രാമായണം, മതേതരമായ എന്താ പറയാ ബാലഗോകുലം ഒക്കെ ഉണ്ടാക്കാന്ന് പറഞ്ഞ് ഇടതുപക്ഷം പോകുന്നത് എന്തൊരു മണ്ടത്തരാണത്. അത് ആഫ്റ്റർ ഓൾ എഫക്റ്റ് ശരിക്കും പറഞ്ഞാൽ BJPക്ക് തന്നെ കിട്ടത്തുള്ളൂ. കാര്യം ഉപ്പോളം വരികയല്ല ഉപ്പിലിട്ടത്. അപ്പൊ അതുകൊണ്ട് അതൊന്നും അല്ല ചെയ്യേണ്ടത്. അതിന് ബദലായിട്ടുള്ള ഒരാശയമാണ്. അതായത് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം. ഈ ഹിന്ദുത്വം പറയുമ്പോൾ, ഹിന്ദുത്വം അതിന് വിരുദ്ധമായിട്ട് നിലപാടെടുക്കുമ്പോൾ ഏത് ഫിലോസഫിയാണ് സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം പറയുന്നത് എന്ന് കണ്ടിട്ട് ആ ഫിലോസഫിയെ ഇവര് കൂടി മുമ്പോട്ടേക്ക് പുഷ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മാത്രമേ BJPയുടെ മതത്തിന് പകരമായിട്ടുള്ള മറ്റൊരു ശരിയായ മതം വെച്ചുള്ള ഒരു ഫൈറ്റ്, അല്ലെങ്കിൽ പൊളിറ്റിക്സ് പറയുമ്പോൾ പൊളിറ്റിക്സ് വെച്ചുള്ള ഫൈറ്റ്, മതം പറഞ്ഞ മതം വെച്ചുള്ള ഒരു ഫൈറ്റ്, രണ്ടും നടക്കത്തുള്ളൂ. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ കറക്റ്റ് BJP മുമ്പോട്ട് വെക്കുന്ന എല്ലാത്തിനും കൃത്യമായി ചെക്ക് വെക്കാൻ ഇപ്പുറത്തെ ആൾക്കാരുടെ കയ്യിലും എന്തെങ്കിലും വേണം. ഇപ്പം സത്യം പറഞ്ഞാൽ ഇല്ല അങ്ങനെ. അതിനിവിടെ ശരിക്കും പ്ലേയേഴ്സ് എന്ന് പറയുന്നത് അംബേദ്കറേറ്റുകൾ തന്നെയാണ് ഇവിടെ പ്ലേ ചെയ്യേണ്ടത്. അതിനു മുന്നേ ഇവിടെ BJP തന്നെ ആസൂത്രിതമായിട്ട് ചെയ്തത് തന്നെയായിരിക്കും. മതം എന്തോ ഒരു വിഷലിപ്തമായിട്ടുള്ള കറുപ്പാണെന്നൊക്കെ പറയുന്ന ഒരു യുക്തിവാദി സംഘത്തെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുകയും ഈ പൊളിറ്റിക്സും മതവുമായിട്ടുള്ള അത് വളരെ ക്ലിയർ ആണ്. ഈ മോദി എന്തിനാണ് അമ്പലം കെട്ടുന്നത്? മോദി ഇവിടെയുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ വിറ്റ് കോർപ്പറേറ്റ് വൽക്കരിച്ചുകൊണ്ട് എന്തിനാണ് അമ്പലങ്ങൾ കെട്ടുന്നത്? എന്തിനാണ് അദ്ദേഹം പോയിട്ട് ധ്യാനം ഇരിക്കുന്നത്? അല്ലെങ്കിൽ അദ്ദേഹം എന്തിനാണ് ഈ മതം പറഞ്ഞത്? അത് വളരെ ക്ലിയർ ആണ്. രാഷ്ട്രീയക്കാരൻ എന്തിനാണ് ആ വേഷം കെട്ടുന്നത് ക്ലിയർ ആണ്. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ നമുക്ക് അതിപ്പോഴും കോൺഗ്രസിനും മാർക്സിസ്റ്റ് പാർട്ടിക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതിനെ എങ്ങനെ മതേതരത്വം കൊണ്ട് മതത്തിനെ കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞ മതേതരത്വം കൊണ്ട് മതത്തിനെ കൗണ്ടർ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ രാജീവ് ഗാന്ധി ആയാലും രാഹുൽ ഗാന്ധി ആയാലും കേജ്രിവാൾ ആയാലും അഖിലേഷ് യാദവ് ആയാലും തേജസ്വി യാദവ് ആയാലും ഉദ്ധവ് താക്കറെ ആയാലും ശരത് പവാർ ആയാലും ഇവരെല്ലാരും ഹിന്ദു മതഭക്തർ തന്നെയാണ്. അവർക്ക് മുമ്പോട്ട് വെക്കാൻ ഹിന്ദു മതത്തിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു ഫിലോസഫി അവർക്ക് മുമ്പോട്ട് വെക്കാൻ പറ്റത്തില്ലെങ്കിൽ ആ ഭാഗത്ത് BJPക്ക് എതിരില്ല. BJPക്ക് വോക്ക് ഓവർ കിട്ടും. ആ ഗോൾ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. BJP ഈസി ആയിട്ട് കയറി ഗോൾ അടിക്കും. ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് ഈ മതത്തെ കുറിച്ച് പറയുമ്പോൾ ഈ ജനാധിപത്യത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മതവും ജനാധിപത്യത്തിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു മതവുമാണ് ഹിന്ദു മതം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവിടെയാണ് ഈ സോഷ്യൽ ഫിലോസഫി വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളത്. അതിനകത്ത് ചരിത്രപരമായിട്ടുള്ള അറിവുകൾ അംബേദ്കർ പറഞ്ഞ പോലെ എഡ്യൂക്കേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഭാഗം ഇവിടെ കംപ്ലീറ്റ്ലി മിസ്സിംഗ് ആണ്. അത് എനിക്ക് പറയാനുള്ളത്. ശരിയായിട്ടുള്ള അംബേദ്കറേറ്റുകൾ ഏറ്റെടുത്ത് വാംസ പോലുള്ള സംഘടനകൾ ഏറ്റെടുത്ത് ചെയ്താൽ മാത്രമേ കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിലാകമാനം ആ വ്യത്യാസം കാണുന്നുള്ളൂ എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംസാരിച്ച നമ്മളെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.